അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, പവിത്രതകൾ ഏറെ നിറഞ്ഞ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ സമയത്ത് അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ ഇഖ്ലാസോടെ തഖ്വയോടുകൂടി ഇബാദത്ത് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകൾ പോരായ്മകളൊക്കെ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കുവാനും നമ്മൾ കുറച്ച് ദുആ പറയേണ്ടതുണ്ട്. ദിക്റുകളും തസ്ബീഹുകളൊക്കെ പറഞ്ഞാൽ അത് വലിയ ഗുണമാണ്. പിന്നെ നമുക്കൊരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ആളുകളാണ് ദുആ വസിയത്ത് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ രക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ചില തസ്ബീഹുകൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നിരവധി പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാരിക്കോരി കിട്ടുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട്, അദ്കാറുകളുണ്ട്. എല്ലാം പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹുവിനോട് ദുആ രക്കാം. നമ്മുടെ സർവ്വ പ്രയാസങ്ങളും മാറാൻ അള്ളാഹുവിലേക്ക് നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകമായി നമ്മൾ ഇസ്തിഗ്ഫാറിൻ്റെ കലിമത്തുകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സാഗൂതം നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക, എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ രക്കാൻ പറഞ്ഞു, ഇന്നത്തെ മജ്ലിസിൽ വെച്ച് ദുആ രക്കാൻ വസിയ്യത്ത് തന്നിട്ടുണ്ടോ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ രക്കും. അല്ലാഹു നമ്മുടെ ദുആയിനെ ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് ദിക്റുകൾ പറയുക അള്ളാഹുവിനെ ഇഷ്ടമുള്ള വലിയ കാര്യമാണ്. അള്ളാഹുവിനെ എത്രമാത്രം നമ്മൾ പുകഴ്ത്തുന്നോ വാഴ്ത്തുന്നോ അത്രമാത്രം അള്ളാഹുവിന് ഇഷ്ടമാണ് ദിക്റുകൾ പറയുമ്പോൾ. അത്തരത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിക്റുകളിൽ ഒന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊരു ദിക്റാണ്, ഇതൊരു തസ്ബീഹുമാണ്. തസ്ബീഹിൻ്റെ ഗണത്തിലാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു ദിക്റായും, ദിക്റും തസ്ബീഹും വ്യത്യാസമുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു ദിക്റാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അതൊരു തസ്ബീഹാണ്. അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, അതെന്താണ്? അത് ഒരു തസ്ബീഹിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു തസ്ബീഹ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ എത്രയാണെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള, അതായത് അർശ് കുലുങ്ങി നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല വാരിക്കോരി തരുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള, നമുക്ക് പറയാൻ, നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള, മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം കൊണ്ട് തൂങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചത് പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ മശായിഖന്മാർ നിത്യമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ വിറുതുകളിൽപ്പെട്ട അതിമഹത്തായ അള്ളാഹുവിനെ വളരെയധികം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ. ഇതെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന് അത്രമാത്രം ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു
മന്നാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു 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 യാ സുബ്ഹാൻ. അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്നറിയാലോ. ആ 99 പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഒരുപാട് തൃപ്തിയാണ് അത് പറയുന്ന അടിമക്ക്. അത് പറയുന്ന അടിമയെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ 99 പേരിലും പല പേരുകളും ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുണ്ട്. അത്തരത്തിൽ ഇൻഷാ അള്ളാഹ് ഒരു പേരാണ് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു തരുമാറാവട്ടെ. ആമീൻ. യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് 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 യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വളരെ പ്രിയമുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ പറയുന്നത് അത് പറയുന്നവരെ അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ ഒന്നിച്ചു പറയുകയാണ്. പറഞ്ഞോ. യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് 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 യാ
റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ്. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 2 പേർക്ക് കൂടി നമ്മൾ ദുആ രക്കണം.
രണ്ട് ആളുകൾക്ക് ദുആ ചെയ്താലേ നമ്മുടെ എല്ലാ ദുആയും അള്ളാഹു സ്വീകരിക്കും. അതാരാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയുമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരുന്നാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കില്ലെന്നാണ്. ഒരാൾ ദുആ സമ്മേളനം നടത്തുന്നു, അയാൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു, പക്ഷേ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി അയാൾ ദുആ ഇരുന്നില്ല എങ്കിൽ ആ ദുആ സ്വീകരിക്കില്ലെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ മരണപ്പെട്ടു പോയവർ ആവട്ടെ എല്ലാവർക്കും പറ്റിയ തരത്തിലുള്ള ഒരു ദുആയാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദുആയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി صغيرا رب ارحمهما كما ربياني 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 صغيرا. ഇനി നമ്മൾ പറയുന്നത് നമ്മൾ ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളൊക്കെ ചെയ്തു പോകുന്നവരല്ലേ, എല്ലാം അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു തന്ന അനുഗ്രഹമാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുകയാണ്. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഒരുപാട് നേട്ടമാണ്. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ബറക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله العظيم يا مالك الملك يا ذا الجلال والإكرام أستغفر الله
അല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. നമ്മൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലേ? മദ്രസയിലും അതുപോലെ തന്നെ നമ്മൾ ഈ ദുആക്ക് ശേഷമെല്ലാം ചൊല്ലുന്ന സ്വലാത്ത്, സാധാരണ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സാധാരണക്കാരുടെ സ്വലാത്ത് എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരുപാട് നേട്ടങ്ങളാണ് ആ സ്വലാത്ത്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അപ്പോൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദ്വാരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും? സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദ്വാ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കും, ഈ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ ഒരുപാട് നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുത്തായ റസൂലിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ മജ്ലിസാണ് ഈ ഇരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാര് കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ കൊച്ചുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹു എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹുവേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് തരണേ ഞങ്ങളുടെ കച്ചവടം നീ ലാഭകരമാക്കണേ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ ഞങ്ങളുടെ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ ഞങ്ങളുടെ കൃഷിയിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ പ്രത്യേകം ദുആരക്കാൻ വസിയ്യത്ത് പറയുന്നത് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹുവേ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ
എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ അല്ലാഹുവേ ഉന്നതമായ പഠനം നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അല്ലാ. അവരുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്ക് അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, അവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര് അല്ലാഹു വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം നിന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലായി ഇഖ്ലാസിലായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതുപോലെ തന്നെ പല റിസൾട്ടുകളും പല ടെസ്റ്റിന്റെ റിസൾട്ടും കാത്തിരിക്കുകയാണ് റഹ്മാനെ. എല്ലാവർക്കും എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വേദനിപ്പിക്കല്ല റഹ്മാനെ, വിഷമിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എന്തെല്ലാം മുസീബത്തുകൾ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടല്ല മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള പുണ്യമായ ദിനങ്ങളിൽ ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഫലസ്തീൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്കെല്ലാവർക്കും നീ സഹായം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ദിക്റും ഔറാദുകളും തസ്ബീഹുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.